കോഴിക്കോട് നിന്നൊരു വാർത്തയിലേക്കാണ് ഇനി. കോഴിക്കോട് മോഷ്ടിക്കാനെത്തിയ വീട്ടിൽ ഫ്രിഡ്ജിലെ ചോറും മീൻകറിയും അച്ചാറും കഴിച്ച് മോഷ്ടാക്കൾ. പാലെടുത്ത് ചായ ഉണ്ടാക്കി കുടിച്ചാണ് ഇവരുടെ മടക്കം. താമരശ്ശേരി ചർച്ച് റോഡിലെ മുണ്ടപ്ലാക്കൻ വർഗീസിന്റെ വീട്ടിലാണ് ഈ മോഷണ ശ്രമം ഉണ്ടായത്. ഈ വീട്ടിൽ എന്തെല്ലാം സാധനമുണ്ട് അത് മുഴുവനുണ്ട് വലിച്ചു വാരി നിരത്തിട്ടേക്കുന്നു. അതൊക്കെ പോട്ടെ, ഞങ്ങളുടെ അടുക്കളയിലേക്ക് കയറാൻ മേലാതെ ഞങ്ങൾ വരുമ്പോൾ രാത്രിയിൽ ചോറ് വെക്കാൻ വൈകിയാലോ എന്ന് വിചാരിച്ചിട്ട് ചോറൊക്കെ വെച്ച് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയതാണ്. അത് പഞ്ചസാര പോരുന്ന സ്പൂൺ ഇട്ടിട്ടാണ് ആ ചോറ് വിളമ്പിയിട്ട്, അതും മീൻകറി എന്നാൽ അതൊന്ന് മൂടിയെങ്കിലും വെക്കാനുള്ളൊരു സന്മനസ് അവർ കാണിച്ചില്ല. തിന്നേച്ച് ബാക്കിയുള്ളതൊക്കെ വലിച്ച് വാരിയിട്ട്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചെയ്തിട്ടുണ്ട് വിവരങ്ങളുമായി. മിഥില, ഇതൊരു പ്രത്യേകതരം മോഷ്ടാക്കളാണെന്ന് തോന്നുന്നു. പക്ഷേ വിശന്നതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു മോഷണ ശ്രമം. മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്തെങ്കിലും സാധനങ്ങൾ? അതിനെക്കുറിച്ച് അവർ പരാതിപ്പെട്ടിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്താണ് പോലീസ് വ്യക്തമാക്കുന്നത്? ഇപ്പോൾ മീൻകറിയും അതുപോലെ ചോറൊക്കെ കഴിച്ചിട്ടുണ്ട്, അത് മൂടി വെക്കാൻ പോലുള്ള മനസ്ഥിതി പോലും ആ മോഷ്ടാക്കൾ കാണിച്ചില്ല എന്നാണ് ആക്ഷേപം. എന്താണ് സംഭവിച്ചത് അവിടെ? പ്രജിൻ, ഇന്നലെ ഈ താമരശ്ശേരി ഈ ഭാഗങ്ങളിൽ വ്യാപകമായി വീടുകളിൽ മോഷണമുണ്ടായിരുന്നു. ഇത് 4ാമത്തെ വീടാണ് ഈ ഒരു വീട്, വർഗീസിന്റെ വീട്. ഈ വീട്ടിലെത്തിയ മോഷ്ടാക്കൾ വീട് മൊത്തം അരിച്ചു പെറുക്കിയിട്ടുണ്ട്. പക്ഷേ അവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും അവർക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അടുക്കളയിൽ കയറി ഫ്രിഡ്ജിലുണ്ടായിരുന്ന ചോറും മീൻകറിയും അച്ചാറൊക്കെ കൂട്ടി ചോറ് കഴിച്ചത്. അതിനുശേഷം ഇതൊന്നുമല്ല, പുറത്ത് ഉണ്ടായിരുന്ന ഒരു ചെയർ എടുത്ത് അകത്തിട്ടു. എന്നിട്ട് ടേബിളിൽ ഈ 3 ചെയറുകൾ ടേബിളിന് സമീപം വെച്ചു. അതിനുശേഷമാണ് ഈ ഫ്രിഡ്ജിലുണ്ടായിരുന്ന പാലെടുത്ത് ചായ ഉണ്ടാക്കി കുടിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്നും പോയത്. ഈ സമീപത്തെ വീടുകളിലെല്ലാം മോഷണം നടന്ന കാര്യം ഈ കുടുംബാംഗങ്ങളെ ഇന്നലെ അവർ ഈ വീട്ടുകാർ ഈ വീട്ടിലുണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ മോഷണം നടന്ന കാര്യം സമീപത്തെ വീട്ടുകാരെല്ലാം തന്നെ ഇവരെ അറിയിക്കുകയായിരുന്നു. അങ്ങനെ വന്ന് പരിശോധിച്ചപ്പോഴാണ് ഈ വീട്ടിൽ നമ്മൾ ഇപ്പോൾ കാണുന്നത് പോലെ വീട്ടിലെ സാധനങ്ങളെല്ലാം വലിച്ചുവാരിയിട്ട നിലയിൽ, അടുക്കളയിൽ ഒരാൾക്ക് പോലും കയറാൻ പറ്റാത്ത സ്ഥിതിയിൽ ആ വീട്ടമ്മ പറഞ്ഞതുപോലെ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തിട്ട് ചോറും എല്ലാം കഴിച്ചുകൊണ്ട് ആ കള്ളന്മാർ മടങ്ങിപ്പോയിരിക്കുന്നത്. എന്തായാലും അത്രയും ശ്രമം നടത്തിയപ്പോൾ ഒരുപക്ഷെ ക്ഷീണം തോന്നിക്കാണോ? അതായിരിക്കും ഇങ്ങനെ ഈ രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുള്ള കള്ളന്മാരുടെ മടക്കം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മിഥില ബാലനാണ് കോഴിക്കോട് വിശദാംശങ്ങൾ നൽകിയത്.